ഇന്ന് തൃശ്ശൂർ വരെ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഹോട്ടലിലാണ് പോകുന്നത്. ശ്രീജേട്ടനും ഞാനും കൂടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മുടെ തൃശ്ശൂർ എത്തി കേട്ടോ. ഇത് നമ്മുടെ പാറമേക്കാവ് അമ്പലമാണ്. അതൊക്കെ കഴിഞ്ഞതാ നമ്മുടെ ലൂർദ് പള്ളി കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ എത്താറായപ്പോഴല്ല, സ്കൂൾ എത്താറായപ്പോൾ അച്ഛമ്മൻ്റെ പാറമോളുടെയും സ്കൂളിൽ എത്താറായപ്പോൾ ഞങ്ങളൊരു സർബത്ത് കുടിച്ചു കേട്ടോ. ഒരു സർബത്തും അതുപോലെ തന്നെ ഒരു മുട്ട ബജിയും മേടിച്ചു. കാരണം പാറമോളെ അച്ഛമോനെയും കൂട്ടിയിട്ട് പോകാമെന്ന് കരുതിയിട്ട് അവരെ 2:30ക്കാണ് വിടുക. കാരണം അവർക്ക് രാവിലെ 8:30 ക്ലാസ് തുടങ്ങും കേട്ടോ. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ പിന്നെ അവരുടെ സ്കൂളിലേക്ക് പോവുകയാണ്. അപ്പോൾ വേഗം അവിടെ എത്താമെന്ന് വിചാരിച്ച് നമ്മൾ വേഗം സ്കൂളിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാറമോള് സ്കൂൾ ബസ്സിലാണ് വരിക. അപ്പോൾ ആദ്യം തന്നെ പാറമോള് വരുന്നുണ്ടാവും. അപ്പോൾ അത് നോക്കി നിൽക്കുകയാണ് കേട്ടോ. കണ്ടോ, വായാടി പാറു നടന്നു വരുന്നുണ്ട് കേട്ടോ കൂട്ടുകാരോടൊപ്പം. അങ്ങനെ ഇതേ വഴിയിൽ നിന്ന് എനിക്ക് പാറുമോളെ കിട്ടി. അപ്പോൾ പാറുമോൾക്ക് വിശ്വസിക്കാനാവില്ല ഞങ്ങൾ വന്നു എന്ന് പറയണത് കേട്ടോ. അതാണ് ശ്രീചേട്ടൻ ചിരിക്കണേ. അച്ഛനും അമ്മ ഇങ്ങനെ വരാറില്ലല്ലോ, ഒന്ന് എന്താ പറ്റിയെന്നാണ് പാറുമോള് ചോദിക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞപ്പോൾ ചുണ്ടുമ്പോൾ എന്തോ ചോപ്പ കളർ ഇട്ട്. അപ്പം ഞാൻ എന്താ ചോദിച്ചപ്പോൾ പാറമോള് പറയാം ഞാനിങ്ങനെ മാന്തിയത് അമ്മയെന്ന്. അങ്ങനെ ദേ പാറമോൾക്ക് ഒരു മിഠായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആരുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് പകുതി എനിക്ക് പൊട്ടിച്ച് തന്നു. അങ്ങനെ ദേ അച്ചുമോനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ അച്ചുമോനെയും കൊണ്ടുവരാമെന്ന് ഒരുമിച്ച് വിചാരിച്ചു. അപ്പോൾ അച്ചുമോൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടല്ലോ ഇവരിങ്ങനെ വരുന്ന കാണാൻ. ഇവരുടെ ഏറ്റവും നല്ലൊരു കാലമാണല്ലോ സ്കൂൾ കാലം എന്ന് പറയുന്നത്. അങ്ങനെ ദേ അവിടെ നിന്ന് അച്ചുമോനെയും പാറമോളെയും കൂട്ടി നമ്മൾ പോവാണ് കേട്ടോ. അച്ചുമോൻ ശ്രീജേട്ടനേക്കാളും വലുതായില്ലേ.